നമ്മൾ കർണാടകയിൽ തന്നെയാണ്, ശിരൂർ തന്നെയാണ്. മണ്ണിടിച്ചിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള ദൗത്യം നിർണായക ഘട്ടത്തിലാണിപ്പോൾ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും നേവിയും ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുകയാണ്. പല ഡൈവുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഈശ്വർ മാൽപ്പെ, പല ഡൈവുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു നേവി. ചെറു ഡൈവുകൾ നടത്തി. പെട്ടെന്ന് നേരത്തെ കണ്ട കാഴ്ചകൾക്ക് സമാനമായല്ല, ചെറിയ ഡൈവുകളാണ് നടത്തുന്നത്. പെട്ടെന്ന് തന്നെ ഈശ്വർ മാൽപ്പെ ആവട്ടെ, നേവി സംഘമാവട്ടെ, ഡൈവ് കഴിഞ്ഞ് കയറി വരുന്നുണ്ട്. അപ്പോൾ അത് പുതിയ ഒരു തെരച്ചിൽ സ്ട്രാറ്റജി തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ 9 തവണയാണ് ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്തത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഡൈവാണ്. 10, 11, 12, 4 മണിക്കൂറാകുന്നു. ഉച്ചവരെ ആകുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായ ഒരു സൂചന നൽകാൻ കഴിയുന്നില്ല. പക്ഷേ ആദ്യ ഡൈവിൽ തന്നെ ഒരു ഷാക്കിൾ സ്ക്രൂ എന്ന് പറയുന്ന ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയിരുന്നു. ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേവിയുടെ സോണാർ സ്കാനിങ്ങിൽ പുതിയ സൂചനകൾ കിട്ടിയെന്നാണ് ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ള 24 പറഞ്ഞത്. അത് കേന്ദ്രീകരിച്ചാണ് ഡൈവേഴ്സ് പരിശോധന നടത്തുന്നതെന്നും അതുൽ പിള്ള നമ്മളോട് പറഞ്ഞതാണ്. സ്പോട്ട് സി എന്നുള്ളതാണ് ആ പുതിയ സ്ഥലത്തിൻ്റെ പേര്. സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3, സ്പോട്ട് 4 എന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതിനടുത്ത് തന്നെ ആ ഉയർന്നു കാണുന്ന മൺകൂനയ്ക്ക് ചുറ്റും അധികം അകലെ അല്ലാതെയാണ് സ്പോട്ട് സി എന്ന് പറയുന്ന മേഖല. അവിടെ കൂടുതൽ സെഡിമെൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ കമാൻഡർ അതുൽ പിള്ള നമ്മളോട് പറഞ്ഞിരുന്നു. ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ. പ്രേക്ഷകർ കാണുന്നത് ഇത് ഈശ്വർ മാൽപ്പെ, ടീം മാൽപ്പെ തന്നെയാണ് എന്ന് തോന്നുന്നു. അത് അല്പസമയം മുൻപാണ് അദ്ദേഹം ഈ പറയുന്ന സംവിധാനം ഉയർത്തിക്കൊണ്ട് 10 മണിക്ക് നടത്തിയ ആദ്യ ഡൈവിലാണ് ഈ ടാങ്കർ ലോറിയുടെ ഈ ഷാക്കിൾ സ്ക്രൂ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നു. അതിനുശേഷം പലയാവർത്തി അദ്ദേഹം ഡൈവ് നടത്തി. 8 മുമ്പ് ഇപ്പോൾ 9ാം തവണയാണ് ഈശ്വർ മാൽപ്പെ ഡൈവ് നടത്തിയത്. വലിയ അത്യധ്വാനം ചെയ്യുന്നുണ്ട് ഗംഗാവലി പുഴയിൽ മാൽപ്പെ ടീം എന്ന കാര്യത്തിൽ തർക്കമില്ല. നേവിയുടെ സംഘവും അങ്ങോട്ടേക്ക് തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഡൈവുകൾ നേവിയുടെ സംഘവും നടത്തി കഴിഞ്ഞിരിക്കുന്നു. സ്പോർട്സ് സി കേന്ദ്രീകരിച്ച് തന്നെയാണ്, സ്പോർട്സ് സിക്ക് ചുറ്റുമാണ്, ഷാർപ്പായി സ്പോർട്സ് സി കണ്ടെത്തിയ മേഖലയിലല്ല, അതിന് ചുറ്റുമാണ് ഇപ്പോൾ മാൽപ്പെ ആവട്ടെ നേവി സംഘമാവട്ടെ തെരച്ചിൽ നടത്തുന്നത്. ഗംഗാവലി പുഴയിൽ നമ്മൾ ആദ്യ ദൗത്യം പൂർത്തിയായതിനു ശേഷം 2ാം ഘട്ട ദൗത്യം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. ഈ പോയ ദിവസങ്ങളിലൊക്കെ പുഴയിലെ അടിയൊഴുക്ക് കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ദൗത്യത്തിലേക്ക് കടന്നിരുന്നില്ല. ഈശ്വർ മാൽപ്പെ പലയാവർത്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സന്നദ്ധത അറിയിച്ചതാണെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ദൗത്യത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ദൗത്യത്തിലേക്ക് തന്നെ പോകുന്നു. അതിൽ ഈശ്വർ മാൽപ്പയും മാൽപ്പെ സംഘാംഗങ്ങളുമുണ്ട്, നേവിയുണ്ട്, MLA ഉണ്ട്, MLA മാരുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, കാർവാർ SP ഉണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് വീണ്ടും ദൗത്യം, നമ്മൾ അന്ന് കണ്ട ദൗത്യത്തിൻ്റെ തുടർച്ചയിൽ ഏതാണ്ട് പൂർണ്ണ ദൗത്യം ഉണ്ടാകുന്നു. ആ ദൗത്യത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഗംഗാവലി പുഴ തന്നെയാണ്. പുഴ അന്ന് കലങ്ങി മറിഞ്ഞ് കുത്തൊഴുകിയെങ്കിൽ ഇന്നിപ്പോൾ ശാന്തമായി ഒഴുകുന്നു. അരുൺ പൂപ്പാർവ ചെയ്യുന്നു. അരുൺ, ഇപ്പോൾ 1 മണി കഴിയുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സൂചന ഈ പലയാവർത്തി നടത്തിയ ഡൈവിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ടോ അരുൺ? ാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ ഈ ലോറിയുടെ ഒരു പാർട്സ് കണ്ടെത്തിയിട്ടുള്ള ഒരു പോയിന്റിൽ, ഒരു സ്പോട്ടിലാണ് നിലവിൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തെരച്ചിൽ നടന്നിരിക്കുന്നത് കുറച്ചധികം നേരമായി ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ തെരച്ചിൽ നടത്തുകയാണ്. അവിടെ എന്തെങ്കിലും കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന കാര്യമാണ് നിലവിൽ ഇപ്പോൾ അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ സ്പോട്ട് സി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ആ സ്പോട്ടിലല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ കരയോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ചധികം സ്പോർട്സ് സി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോഴും ആ തെരച്ചിൽ അവിഘ്നം പുരോഗമിക്കുകയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ തെരച്ചിലാണ് 8 മണിക്ക് തന്നെ തുടങ്ങാൻ തയ്യാറായി. മാൽപ്പയൊക്കെ അവിടെ എത്തിയതാണെങ്കിൽ കൂടിയും ആ സമയത്ത് നമുക്കറിയാമല്ലോ, സർക്കാർ സംവിധാനങ്ങളുടെ ഒരു രീതി, പ്രൊസീജിയർ നമുക്കറിയാം. അതിൽ കളക്ടറുടെ അനുവാദം വേണമായിരുന്നു. കളക്ടർ വരാൻ വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ അനുവാദം ഉണ്ടായതിനു ശേഷമാണ്, കളക്ടറൊക്കെ എത്തിയതിനു ശേഷമാണ്. അതിന് മുമ്പ് തന്നെ ഈശ്വർ മാൽപ്പെ ഏകദേശം 10 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന് ആദ്യ ഡൈവ് തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞാണ് സംവിധാനങ്ങളൊക്കെ എത്തിയത്. എല്ലാവിധ സംവിധാനങ്ങളും അവിടെയുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളുമായി, എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളുമായി സോണാർ പരിശോധനയ്ക്കുള്ള സംവിധാനം അടക്കം കൊണ്ട് റിസ്ക് അനാലിസിസ് നടത്താനുള്ള സംവിധാനം അടക്കം എല്ലാം ഉണ്ട്. നമ്മൾ ആ ദിവസങ്ങൾ, ദൗത്യത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ കണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന സിഗ്നലിൽ ഇതിന് താഴെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തി ആ ദിവസം മുതൽ പുഴയിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു നേവിയുടെ സംഘം. പക്ഷേ അന്നൊക്കെ പുഴയുടെ കൊടിയ അടിയൊഴുക്ക് ആ തെരച്ചിൽ സാധ്യമാക്കിയിരുന്നില്ല. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഈ സമയം 1 മണി കഴിയുന്നു. രാവിലെ തുടങ്ങിയതാണ് തെരച്ചിൽ. ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനയുണ്ടോ അരുൺ?
ഹാഷ്മി, നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപെ 8 തവണ ഡൈവ് ചെയ്തു. അതോടൊപ്പം തന്നെ നാവികസേനയും സമാന്തരമായി തന്നെ അവരുടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചായിരുന്നില്ല ഇന്നത്തെ തെരച്ചിൽ. നേരത്തെ സ്പോട്ട് സിയിൽ അവർ കുറച്ചധികം സമയമെടുത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. അവിടെ നമുക്ക് ഒരു പ്രതീക്ഷ എന്തെങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഉള്ള വിവരങ്ങളൊന്നും ഈ കോൺടാക്ട് പോയിന്റിലേക്ക്, അതായത് കൺട്രോൾ പോയിന്റിലേക്ക് പങ്കുവച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ നമുക്ക് ജില്ലാ കളക്ടറെ കാണാം. മാം, ജില്ലാ കളക്ടർ നിലവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഹാഷ്മി, നമ്മൾ പറഞ്ഞു വന്നത്, അതായത് നേരത്തെ ഏതെങ്കിലും ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ച് ഇന്ന് അങ്ങനെ ഒരു തെരച്ചിൽ നടത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആകെ ഉണ്ടായിരുന്നത് സ്പോട്ട് സിയിലായിരുന്നു അങ്ങനെ ഒരു തെരച്ചിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി അവർ അവിടെ പിന്നീട് ഒരു വിശദമായിട്ടുള്ള ഒരു ഡൈവിങ്ങിലേക്കോ തെരച്ചിലിലേക്കോ അവർ പോയില്ല. അതിനുശേഷം പിന്നീട് വിവിധ വിവിധ സ്പോട്ടുകളിലായിട്ടാണ് ഈശ്വർ മാൽപയും അതോടൊപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും ഡൈവ് ചെയ്തത്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ലോറിയുടെ പാർട്സ് കണ്ടെത്തിയിട്ടുള്ള ആ മേഖലയാണ്. അത് സ്പോട്ട് സിയിൽ നിന്ന് കുറച്ച് അകലെയാണ്. അവർ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈശ്വർ മാൽപയും അതോടൊപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും കുറേ അധികം നേരമായി ആ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ്. അവിടെ 7ാമത്തെയും 8ാമത്തെയും ഡൈവ് ഈശ്വർ മാൽപെ നടത്തിയത് ആ സ്പോട്ടിൽ തന്നെയാണ്. നാവികസേനയുടെ 2 മുങ്ങൽ വിദഗ്ധരും 2 ഘട്ടങ്ങളിലായി അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു റിസൾട്ട് അവർ നിലവിൽ എന്തായാലും ഈ കൺട്രോൾ പോയിന്റിലേക്ക് കൈമാറിയിട്ടില്ല. അത് നിലവിൽ ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. നാവികസേനയും അവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല. അവരുടെ 2 ബോട്ടുകളും നിലവിൽ അവിടെയുണ്ട്. NDRFിൻ്റെ 2 ബോട്ടുകളും അവിടെയുണ്ട്. മാൽപെ സംഘവും മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആ ഒരു പോയിന്റിലാണ്. എന്തായാലും അങ്ങനെ ഒരു പോയിന്റിൽ അവർ കുറേ അധികം നേരം തെരച്ചിൽ നടത്തുമ്പോൾ, അത് മാത്രമല്ല ഇന്നലെ ഈ ലോറിയുടെ പാർട്സ് കണ്ടെത്തിയ ഒരു പോയിന്റ് കൂടിയാണത്. കരയോട് ചേർന്ന ആ ഭാഗം, അതിന് തൊട്ടു മുകളിലാണ് ഈ മണ്ണിടിച്ചിൽ അകപ്പെട്ടിട്ടുള്ള ആ ചായക്കട ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ആ മേഖലയാണത്. അവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ 2 സംഘങ്ങളുടെയും നാവികസേനയുടെയും ഈ മാൽപെ സംഘത്തിൻ്റെയും തെരച്ചിൽ നടക്കുന്ന NDRFിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യം അവിടെയുണ്ട്. നമുക്ക് നേരത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടറുണ്ട്, കാർവാർ MLA ഉണ്ട്, നമ്മുടെ മഞ്ചേശ്വരം MLA ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ കരയിൽ അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിവരം അവരെ സംബന്ധിച്ച് ലഭിച്ചാൽ അവർ ആ കാര്യങ്ങൾ, അതായത് മാൽപെ സംഘത്തിനോ അല്ലെങ്കിൽ നാവികസേന ഒരുപാട് ഡൈവുകൾ ഇപ്പോൾ ഈശ്വർ മാൽപെ 9 ഡൈവുകൾ നടത്തുന്നു. നേവി 4-5 ഡൈവ് ഇതിനോളം നടത്തുന്നു. മാത്രമല്ല നേവിയുടെ ഡൈവുകളൊക്കെ അത്യാവശ്യം സമയമെടുത്ത് പൂർത്തിയാക്കുന്ന ഡൈവുകളാണ്. അപ്പോൾ കുറച്ച് വിശദമായ പരിശോധന നടക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ഹാഷ്മി, തീർച്ചയായും അതിൽ ഒരു തർക്കവുമില്ല. അതായത് നല്ല വിശദമായ ഊർജിതമായ തെരച്ചിൽ എന്തായാലും നടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അത് വിവിധ സ്പോട്ടുകളിൽ അവർ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും നമുക്ക് റിസൾട്ട് ഉണ്ടായി എന്ന് നമുക്ക് ഈ ദിവസത്തിൽ ഇപ്പോൾ പാതി ദിനം പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. റിസൾട്ട് ഉണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ വിശദമായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു സാഹചര്യമല്ല. ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മൾ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. ഇന്നലെ ഈശ്വർ മാൽപെ മാത്രമായിരുന്നു, തനിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. NDRFിൻ്റെയും SDRFിൻ്റെയും സംഘമുണ്ട്. NDRF പൂർണ്ണമായും ഈശ്വർ മാൽപെ സംഘത്തിന് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും കൊടുത്ത് ആ ബോട്ടിലാണ് ഈശ്വർ മാൽപെ ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് ഉൾപ്പെടെ യാത്ര ചെയ്യുകയും പോവുകയും അവരുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം പോലെയാണ് നിലവിൽ ഇപ്പോൾ NDRF സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാവികസേനയും സമാന്തരമായി തന്നെ നാവികസേനയുടെയും തെരച്ചിൽ നടക്കുന്നുണ്ട്. നേരത്തെ ഹാഷ്മി 5-ൽ കൂടുതൽ ഡൈവ് അവർ എന്തായാലും ചെയ്തിട്ടുണ്ട്. അവർ വിവിധ സ്പോട്ടുകളായിട്ടാണ് ഡൈവ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ച് അവർ 2 ഘട്ടമായി ഡൈവ് ചെയ്തിട്ടുണ്ട്. അവർ 2 ഡൈവർമാരും ഡൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പാതി ദിനം പിന്നിടുമ്പോഴും നമുക്ക് അതിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടില്ല. റിസൾട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടെയുണ്ട്. മഞ്ചേശ്വരം MLA ഉൾപ്പെടെ നമ്മൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കരയിൽ അവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവർ ഇത് വിലയിരുത്തുന്നുണ്ട്. അർജുൻ്റെ ബന്ധുക്കൾ മാധ്യമങ്ങൾക്ക് മാത്രമേ കുറച്ച് അകലെയായി അവർ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുള്ളൂ. മറ്റ് അർജുൻ്റെ ബന്ധുക്കളും ഉൾപ്പെടെ ലോറി ഉടമ അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ പ്രതിനിധികളെല്ലാം അവിടെ
അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിക്കും. നിലവിൽ ഇപ്പോൾ ഈ പാതി ദിനം പിന്നിടുമ്പോൾ അവർ നടത്തിയ വിവിധ ഡൈവുകളിൽ തെരച്ചിലുകളിൽ അത്തരത്തിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ നിലവിൽ നമുക്ക് പ്രതീക്ഷ കൈവിടാൻ സാധിക്കില്ല. ഇന്നലെ നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള ദിവസമായിരുന്നു. ആ നിർണായക ദിവസം പിന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ദിനത്തിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നു. നാവികസേന നമുക്ക് അറിയാം, രാജ്യത്ത് തന്നെ നിലവിൽ ഇപ്പോൾ ഇത്തരം ദൗത്യങ്ങളിൽ നിരവധി വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുള്ള നാവികസേനയുടെ 2 ടീമുകൾ അവരിവിടെ ഉണ്ട്. അവരുടെ 2 ബോട്ടുകൾ അവരുടെ മുങ്ങൽ വിദഗ്ധർ തന്നെ നേരിട്ടിറങ്ങിയിട്ടുണ്ട്. നേരത്തെ നേവി PR ഉൾപ്പെടെ സംസാരിച്ചതുപോലെ അവർ ഇന്നലെ അനുമതി ലഭിച്ചിരുന്നില്ല, ഇന്ന് അവർക്ക് അനുമതി ലഭിക്കുന്നു. അവർ പൂർണ്ണ സജ്ജമായി ഇവിടെ എത്തി. ഇന്നലെ തന്നെ അവർ തയ്യാറായിരുന്നു, പക്ഷേ അവർക്ക് ക്ലിയറൻസ് ലഭിച്ചിരുന്നില്ല. ഇന്ന് അവർ പൂർണ്ണ സജ്ജമായി എത്തി. ഇവർ ഊർജിതമായ തെരച്ചിൽ ദൗത്യത്തിൽ അവർ ഏർപ്പെടുന്നു. ഈ മാൽപേ സംഘത്തിനെ നമുക്ക് അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇന്നലെ ഒരു റിസ്ക് ഏറ്റെടുത്ത് അവർ തെരച്ചിൽ നടത്തുന്നു. ഇന്ന് പക്ഷേ ഔദ്യോഗികമായ അനുമതിയോടെ തന്നെയാണ് മാൽപേ സംഘവും തെരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തെരച്ചിൽ ഇപ്പോൾ ഈ പാതി ദിനം പിന്നിടുമ്പോഴും തെരച്ചിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയിട്ടില്ല. അവർ തെരച്ചിൽ മുന്നോട്ട് പോകുകയാണ്. പക്ഷേ നമുക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതൊരു റിയാലിറ്റി തന്നെയാണ്. ഹാഷ്മി, ഇപ്പോൾ അവിടെ പരിശോധന തുടരുകയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കാര്യക്ഷമമായ ഒരു തെരച്ചിൽ നടക്കുന്ന ഇന്നാണ് എന്ന് ഉറപ്പായും പറയാം. കാര്യം ഗംഗാവാലി പുഴയുടെ വലിയ ഒഴുക്ക് കാരണം ഈ ദിവസങ്ങളിലൊന്നും എന്ന് പറഞ്ഞാൽ ആ ദൗത്യത്തിൻ്റെ പ്രധാന ദിവസങ്ങളിലൊന്നും നാവികസേനയ്ക്കോ ഈശ്വർ മാൽപ്പയ്ക്കോ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മാൽപ്പയാണ് നാവികസേനാ സംഘാംഗങ്ങൾ ഇറങ്ങാൻ കഴിയാതെ വന്നപ്പോഴും മാൽപ്പെ അതിനുള്ള ധൈര്യം ആദ്യ സമയങ്ങളിൽ കാണിച്ചാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് അതിന് താഴെത്തട്ടിലേക്ക് ആഴങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ വലിയ ഒഴുക്ക് കാരണം ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒഴുക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഒഴുക്ക് 8 നോട്ട് എന്നതിൽ നിന്ന് 2.3 2.1 നോട്ട് എന്ന ഏറെ കുറഞ്ഞ ഒഴുക്ക് നിരക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് കാരണം തെരച്ചിൽ വളരെ കാര്യക്ഷമമായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നേവി സംഘം ഇപ്പോൾ 4-5 ഡൈവുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ആദ്യഘട്ടത്തിലെ ഡൈവുകളൊക്കെ ഏതാണ്ട് സമയമെടുത്തു, 10 മിനിറ്റും 19-20 മിനിറ്റൊക്കെ എടുത്താണ് നേവി സംഘം ആ ഡൈവുകൾ ആദ്യം പൂർത്തിയാക്കി. അതിനർത്ഥം താഴെ പോയി ഇന്ന് വളരെ വിശദമായ പരിശോധന നടത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഈശ്വർ മാൽപ്പയും അങ്ങനെ. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ 10 മണി മുതൽ സമയം 1:15 ഇതിനോടകം തന്നെ 9-10 ഡൈവുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതൊക്കെ സമയമെടുത്തുള്ള ഡൈവുകൾ തന്നെയാണ് ഈശ്വർ മാൽപ്പയും നടത്തുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു നല്ല സൂചനയുടെ വാർത്ത ഇപ്പോഴും പ്രേക്ഷകരിലേക്ക് നൽകാൻ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന് നൽകാൻ കഴിയുന്നില്ല. മാൽപ്പെ രാവിലെ 24 അർജുൻ്റെ കുടുംബത്തോട് സംവദിക്കുമ്പോൾ പറയുന്നത് എന്തായാലും ഇന്ന് ഞാനൊരു തീരുമാനമുണ്ടാക്കി നിങ്ങളോട് പറയുമെന്ന ഉറപ്പ് അർജുൻ്റെ വീട്ടുകാർക്ക് നൽകുന്നുണ്ടായിരുന്നു ഈശ്വർ മാൽപ്പെ.